BJP സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. ജനറൽ സെക്രട്ടറിമാരായ സുരേഷ്, ജോൺ ജോർജ്, ശോഭാ സുരേന്ദ്രൻ, KK അനീഷ് കുമാർ എന്നിവർ പ്രഥമ പരിഗണനയിലാണ് എന്നറിയുന്നു. 10 ഉപാധ്യക്ഷന്മാരും സെക്രട്ടറിമാരും അടങ്ങിയ പട്ടിക ദേശീയ നേതൃത്വത്തിന് കൈമാറിക്കഴിഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നൊരു പട്ടികയാണോ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ് അഗെയിൻ. നേരത്തെ ഈ അദ്ദേഹം ചുമതലയേറ്റ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും അതോടൊപ്പം യുവാക്കൾക്കും വനിതകൾക്കും ഒക്കെ പ്രാധാന്യം നൽകുന്ന പട്ടികയാണ് ദേശീയ നേതൃത്വത്തിന് കൈമാറിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജനറൽ സെക്രട്ടറിമാരായി എസ് സുരേഷ്, ഷോൺ ജോർജ്, ശോഭാ സുരേന്ദ്രൻ, KK അനീഷ് കുമാർ എന്നിവർ പ്രഥമ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം. അതേസമയം തന്നെ തീവ്ര ഹിന്ദു സംഘടന നേതാവ് കൂടിയായ പ്രതീഷ് വിശ്വനാഥൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായി പ്രതീഷ് വിശ്വനാഥന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ ബന്ധമാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രതീഷ് വിശ്വനാഥനെ പരിഗണിക്കുന്നതിൽ സംസ്ഥാന RSS നേതൃത്വത്തിനും BJPയിലെ മറ്റ് 2 വിഭാഗങ്ങൾക്കും കടുത്ത എതിർപ്പുണ്ട് എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. 10 ഉപാധ്യക്ഷന്മാരും അതോടൊപ്പം സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും അടങ്ങിയ പട്ടിക ദേശീയ നേതൃത്വത്തിന് ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരാക്കി മാറ്റാനും തീരുമാനമുണ്ട്. അധികം വൈകാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ടീം രാജീവ് ചന്ദ്രശേഖർ വൈകാതെ പ്രഖ്യാപിക്കും.